വാർത്തയിലേക്കാണ്. NH-66 വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്ത് ദേശീയപാതയിൽ കോൺക്രീറ്റ് മതിലുകൾ നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നുമാണ് പരാതി. വെള്ളപ്പൊക്ക ഭീഷണി അടക്കം ചൂണ്ടിക്കാട്ടി ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഹബ്ബായി മാറേണ്ട ഈ പ്രദേശത്ത് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വരുന്നവരെ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് ഈ മതിൽ ഇവിടെ വരാൻ പോകുന്നത്. കഴക്കൂട്ടം CSI മിഷൻ ഹോസ്പിറ്റൽ മുതൽ പള്ളിപ്പുറം CRPF ജംഗ്ഷൻ വരെ ജനസാന്ദ്രത കൂടിയ ഈ പ്രദേശത്ത് റോഡിൽ വലിയ ഉയരമുള്ള കോൺക്രീറ്റ് മതിലുകൾ കെട്ടി പ്രധാന ദേശീയപാത നിർമ്മിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. 30 മീറ്ററിൽ ഞങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഞങ്ങൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇരു സൈഡുകളിൽ നിന്നുള്ള ഒരു സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന വെറും 5 മീറ്റർ വീതിയിലുള്ള സ്ഥലമാണ്. സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി നാളെ ബസ് സ്റ്റോപ്പിലും മറ്റും പോകണമെന്നുണ്ടെങ്കിൽ മീറ്ററുകളോളം നടക്കണം. ഒരു മഴ പെയ്തതോടെ തലസ്ഥാന നഗരം വെള്ളക്കെട്ടിലായത് കഴിഞ്ഞ 2 മാസം മുന്നേ. അശാസ്ത്രീയമായ ഇത്തരം നിർമ്മാണങ്ങളാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുയരുന്നു. കൃത്യമായ പഠനം ആവശ്യമാണ്. ഒപ്പം ദേശീയപാത വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഈ നാട്ടുകാരുടെ ആവശ്യം ഇതാണ്. പില്ലർ എലിവേറ്റഡ് ഹൈവേ, അത് സ്റ്റീലിലായാലും കോൺക്രീറ്റിലായാലും ഏത് വേണമെങ്കിലും അവർക്ക് തീരുമാനിച്ച് ലാഭകരമായ രീതിയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ചു തരിക. വഴി തുറക്കുന്നത് വികസനത്തിലേക്കാണെങ്കിലും ഇത്തരത്തിൽ കോൺക്രീറ്റ് മതിലുകൾ കെട്ടി റോഡ് വികസനം നടത്തുന്നത് ചെറുതൊന്നുമല്ല പ്രദേശവാസികളെ ദുരിതത്തിലാത്തുന്നത്. തലസ്ഥാനം ഒരു വെള്ളപ്പൊക്കം കണ്ടിറങ്ങിയതേയുള്ളൂ. ഇനിയും അത് ആവർത്തിപ്പിക്കരുതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൃത്യമായ ഒരു എലിവേറ്റഡ് ഹൈവേ സംവിധാനം വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടേലയ്ക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.